സേമിയയും പാലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഇഫ്താർ ഡ്രിങ്കാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് പാലൂതയല്ല, ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഒരു ഫലൂദ ടൈപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്ത റവയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക കേട്ടോ. പാൽപ്പൊടിയാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മധുരം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 6-7 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഡ്രിങ്കിലൊക്കെ സാഫ്രോണിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റവൻ്റെയും പാൽപ്പൊടിൻ്റെയും മിക്സ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മളെടുത്ത പാല് ഒരു പകുതി ആവുന്നവരെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ട് പകുതിയോളം വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഡ്രിങ്ക് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലുതിയൊക്കെ കുടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഒന്ന് ചൂടാറി കിട്ടണം. ഇപ്പോൾ ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് തണുപ്പോടെ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് ലൂസാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് അടിച്ചെടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ഡ്രിങ്ക് ഒന്ന് കുറച്ച് കുറുകിയിട്ടാണുള്ളത്. അപ്പം ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഞാൻ ഈ ഡ്രിങ്ക് ആക്കിയെടുത്തതിന് ശേഷമാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ മധുരം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് അധികം ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെള്ളം കൂടി ചേർത്ത് അടിച്ചെടുക്കുന്ന സമയത്ത് അത് കറക്റ്റായി കിട്ടിക്കോളും. പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ അടിച്ചിട്ട് നമ്മുടെ ഡ്രിങ്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നോമ്പ് മുറിക്കാനാകുന്ന സമയത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ ഡ്രിങ്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. രാവിലെയാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയല്ലേ വേണ്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് അനാറിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ മാംഗോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ സേമിയ വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി സേമിയ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് സേമിയക്ക് പകരം ചൊവ്വരി ചേർക്കുകയാണെങ്കിൽ അത് വേവിച്ചിട്ട് ചേർക്കാം. രണ്ടും ചേർത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ച റവ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കളറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ മിൽക്ക് മിക്സ് ഇല്ല, സ്ട്രോബെറി, പിസ്ത, ടൈഗറിൻ്റെ മിൽക്ക് മിക്സ്, അത് 1-2 ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുത്താൽ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആ പാല് നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു കളറ്. പിന്നെ ആ ഒരു പൊമഗ്രാനൈറ്റിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇങ്ങനൊരു കളർ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇടുന്നതിന് പകരം ഞാനൊരു വാനില ഡ്രിങ്ക് ചെയ്തിട്ടില്ല, ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നത്, അങ്ങനെ ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്